ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത റീഡിംഗ് ആണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജിയും തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ആരും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സിന്റെ പേഴ്സന്റെ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ എനർജി. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പറ്റി, അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഉണ്ടായിരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എല്ലാം ആ ഒരു തേർഡ് പാർട്ടി ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അവർ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവർ ആ ഒരു പാസ്റ്റിന്റെ കാര്യങ്ങളിൽ തന്നെ സ്റ്റക്കാണ്. മേ ബി നിങ്ങളുടെ പേഴ്സണെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണും. അപ്പം ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉണ്ടെങ്കിലേ അവരുടെ ആ ഒരു ലൈഫിൽ ഒരു സന്തോഷം കിട്ടൂ എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നിച്ചുണ്ടായിരുന്ന സമയങ്ങൾ, അവരൊന്നിച്ച് യാത്ര പോയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒന്നിച്ച് ഫസ്റ്റ് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ആ ഒരു സമയമായിരിക്കാം അവരെ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം തേർഡ് പാർട്ടി മിസ് ചെയ്യുന്നു. അവർ വളരെ ഫിനാൻഷ്യലി അബണ്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അതിലൊന്നും സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ആബ്സെൻസ് ആയിരിക്കാം ആ ഒരു വ്യക്തിയെ ഒരുപാട് ഒരു മിസ്സിംഗ് ഫീൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്. ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെയും കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവർ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെ ഇപ്പോൾ കോണ്ടാക്ട് ഒന്നും കാണുകയില്ല പഴയതുപോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് അവരെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം ആ ഒരു പേഴ്സണ് കൊടുക്കാനായിട്ടാണ് ആ ഒരു പേഴ്സന്റെ ആ ഒരു കപ്പ് ഇരിക്കുന്നത്. അപ്പം അതിൽ മൊത്തം അവരുടെ സ്നേഹമാണ്. അപ്പൊ ആ ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സണ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പൊ അവർ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ആ ഒരു പേഴ്സൺ. അതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സ്നേഹം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ കൊടുത്തതായിട്ടാണ് കാണുന്നത്. അളവിൽ കവിഞ്ഞ സ്നേഹമാണെങ്കിലും സഹായമാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചെയ്തു കൊടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ഫിനാൻഷ്യലി ആണെങ്കിലും അതെ, അതായത് ഒരു ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് തേർഡ് പാർട്ടിക്ക് കൊടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതെല്ലാം വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം ആള് വളരെയധികം സാഡാണ്. തേർഡ് പാർട്ടി വളരെയധികം സാഡാണ്. കാരണം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു കുറവ് ആ ഒരു പേഴ്സണെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി തേർഡ് പാർട്ടിക്ക് സന്തോഷിക്കാൻ വേറെ ഒരുപാട് സാഹചര്യങ്ങൾ ചുറ്റും ഉണ്ടായിട്ടും തേർഡ് പാർട്ടിക്ക് അതൊന്നും വേണ്ട. നിങ്ങളുടെ പേഴ്സണും കൂടെ വന്നാലേ തേർഡ് പാർട്ടിയുടെ ലൈഫ് ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ആ ഒരു കുറവിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ തന്നെ സ്റ്റക്കാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ചിന്തകളിലും എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകളായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനിയും
റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുമെന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നു. അതായത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഇനിയും ഒരു റീബർത്ത് ഉണ്ടാകും, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഹീലർ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇമോഷണലി. അപ്പം അതായത് കാരണം നിങ്ങളുടെ പേഴ്സന്റെ എന്ത് ടഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സണെ ഒരു കൊച്ചു കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യും, അല്ലെ ഇതിനൊരു റീബർത്ത് ഇനിയും ഉണ്ടാകും, അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി ഈ ഒരു സമയം ചിന്തിക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു ഇമോഷണലി, അതായത് ഒരു ഡിറ്റാച്ച്ഡ് എനർജി ആണെങ്കിൽ പോലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ടുകളയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എന്ത് വില കൊടുത്തും നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കും, അല്ലെ തങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു കാര്യം, അല്ലെ അത്രയും വാല്യബിൾ ആയിട്ടുള്ള ഒരു കാര്യം മറ്റാരെങ്കിലും എടുക്കുമോ എന്നുള്ളൊരു ഭയത്താല് തേർഡ് പാർട്ടി ആ ഒരു പേഴ്സണെ വിട്ടുകളയാത്ത ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടത്, അല്ലെ അവർക്ക് വേണ്ട കാര്യം മറ്റാരും അനുഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന വളരെ അധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഫാമിലി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അവർ സന്തോഷമുള്ള ഒരു ജീവിതമാണ് സ്വപ്നം കാണുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് അവരുടെ അനുഭവത്തിൽ നിങ്ങളാണ് അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവരാണ് തേർഡ് പാർട്ടി എങ്കിലും അവർക്ക് നിങ്ങളാണ് തേർഡ് പാർട്ടി. അപ്പം അവരുടെ ലൈഫിലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം ഒഴിഞ്ഞ് അവരുടെ ആ ഒരു ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അതാണ് അവർ സ്വപ്നം കാണുന്നത്. കാരണം ഒരുപാട് സ്നേഹം കൊടുക്കുന്നിടത്തോട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ചാഞ്ഞു പോകുന്നത്. അപ്പം ആ ഒരു സ്നേഹം കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ വശത്താക്കാം എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരും നിങ്ങളുടെ പേഴ്സണ് മൊത്തമുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ്. അപ്പൊ അവരുടെ ലൈഫിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് നിങ്ങളെന്നുള്ള സിറ്റുവേഷൻ അവസാനിപ്പിച്ച് നിങ്ങൾ ആ ഒരു പേഴ്സൺ അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ്. അവരുടെ ബാലൻസിലേക്ക് കൊണ്ടുവരണം അവരുടെ ജീവിതം എന്നാണ് തേർഡ് പാർട്ടി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി വളരെയധികം സങ്കടത്തിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഹെർമിറ്റ് കാർഡ് പിന്നെയും കിട്ടിയിരുന്നു. അപ്പം ഇവര് വളരെയധികം സങ്കടത്തിലാണ്. കാരണം ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്. ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അവരെ ഒട്ടും സ്നേഹിക്കുന്നില്ല ഈ ഒരു പേഴ്സൺ. ഞാൻ എത്രയൊക്കെ എഫേർട്സ് ഇടുന്നു, പക്ഷെ എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല, എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിക്ക് ഒരു ജസ്റ്റിസ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി അവർ യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇവര് വിചാരിക്കുന്നത് ഇവരുടെ ഭാഗത്താണ് ന്യായം, ഇവർക്കൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവർക്ക് ഈ ഒരു പേഴ്സണെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ തന്നെ സ്റ്റക്കാണ് ഇവര്. അപ്പം ആള് വളരെയധികം സാഡാണ്. ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം സാഡാണ്. ആദ്യമേ തന്നെ നമുക്ക് അവരുടെ എനർജി കിട്ടിയായിരുന്നു. അവർക്കൊരു പാസ്റ്റിന്റെ ആ ഒരു മെമ്മറീസ് ഇരിക്കുകയാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ആ പഴയ മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഹൃദയത്തിൽ ഒരു പൊള്ളലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തായാലും ഹെർമിറ്റ് മോഡാണ് നമുക്ക്. ബോട്ടം എനർജി ഹെർമിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് അവർ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഒരു 100% ആണ്. എന്താന്ന് വെച്ചാല് ഇവര് തമ്മിൽ ആദ്യമേ തന്നെ നമുക്ക് എനർജി 6 ഓഫ് കപ്സ് കിട്ടിയിരുന്നു. അപ്പൊ അതിലും ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം
എന്തായാലും അവർ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിൽ ഇല്ലായിരിക്കാം, അവർ തമ്മിൽ കണക്ഷൻ ഇല്ലായിരിക്കാം ഈ ഒരു സമയം. അപ്പൊ എന്തായാലും തേർഡ് പാർട്ടി വിചാരിക്കുന്ന തേർഡ് പാർട്ടിക്ക് ജസ്റ്റിസ് കിട്ടുമെന്നാണ്. തേർഡ് പാർട്ടി നിങ്ങളെയാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ കേസിൽ നിങ്ങളാണ് തേർഡ് പാർട്ടി. അപ്പം അവര് വളരെയധികം ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കുന്നു, വിട്ടുകളയാൻ ഒരുക്കമല്ല എന്തായാലും. അവരുടെ റിലേഷൻഷിപ്പിന് റീബർത്ത് വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ അതിന് ഒരു വിള്ളൽ വരരുത്, അല്ലെ അതിലൊരു മാറ്റം വരരുത് എന്ന് തേർഡ് പാർട്ടി ചിന്തിക്കുന്നു. ഇതാണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ. അവർ വളരെയധികം സാഡാണ്, നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തതിന്റെ കുറവ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇനി തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് അതുകൂടി നോക്കാം. ഇത് നിങ്ങളുടെ പേഴ്സണെ പറ്റി ചിന്തിക്കുന്നതാണ്. തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്? തേർഡ് പാർട്ടി എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്? തേർഡ് പാർട്ടി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ കൂടുതൽ വിശ്വസിക്കുന്നവരായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. അല്ലെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ചേഞ്ച് വന്നതായിട്ട് അതായത് ഇവിടെ നമുക്ക് സെക്കൻഡ് കാർഡും ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയത്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ തേർഡ് പാർട്ടി വിചാരിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തെങ്കിലും സ്പെൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ വശീകരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നു. അപ്പം തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലും ഒക്കെ, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബ്ലാക്ക് മാജിക് പോലത്തെ കാര്യങ്ങൾ ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നു എന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതത്തിൽ തേർഡ് പാർട്ടി തോറ്റുപോയല്ലോ എന്നുള്ള രീതിയിലും തേർഡ് പാർട്ടി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും അവരുടെ പേഴ്സണും, അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തേർഡ് പാർട്ടിയെ ചതിക്കുമാണോ, അതായത് നിങ്ങൾ ഒന്നിച്ച് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തേർഡ് പാർട്ടിയെ ചതിക്കുമാണോ എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി ഭയക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ മൈൻഡില് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണെങ്കിലും ഇനിയും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സണേറ്റി ആണോ എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടി വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനിയും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയോ എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി ചിന്തിക്കുന്നതായിട്ട് കാണും. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് അതായത് പുതിയ ലൈഫിന്റെ പുതിയ ചാപ്റ്ററുകളെല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ തേർഡ് പാർട്ടി വളരെയധികം അതുപോലെ തന്നെ അവർ പല വഴികൾ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു സമയം അവർ പല വഴികൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണെയും സെപ്പറേറ്റ് ആക്കാനായിട്ടായിരിക്കാം പല വഴികൾ ആ ഒരു പേഴ്സൺ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളെ പറ്റി തേർഡ് പാർട്ടി വിചാരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, വളരെയധികം പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്താ ഒരു കുഴപ്പവും ഇല്ലാത്ത, ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ അറിയാമായിരിക്കും. അപ്പം തേർഡ് പാർട്ടി വിചാരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് ഉണ്ട്, സക്സസ് ഉണ്ട്,
അവരുടെ ലൈഫ് എപ്പോഴും എന്താ സ്ട്രെസ് ആണ്, ഡിപ്രഷൻ ആണ്. പക്ഷെ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലല്ലോ. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണോ, ഇനിയും ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ പിന്നെയും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മെന്റലി ഫിസിക്കലി എല്ലാം വളരെയധികം അടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പേഴ്സണെ വശത്താക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് പോലത്തെ എഫക്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണെ വശത്താക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തേർഡ് പാർട്ടി ഭയക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസുകൾ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ തേർഡ് പാർട്ടിക്ക് വളരെയധികം ഒരു സങ്കടമാണ്. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. മേ ബി അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതാവാം. എന്തായാലും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെയും ലൈഫിൽ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഒരു വ്യക്തി ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു ട്രോമയായിട്ട് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം, അല്ല ആ ഒരു പേഴ്സൺ പ്രവർത്തിച്ച കാര്യങ്ങളായിരിക്കാം, ആ ഒരു വ്യക്തിയെ വല്ലാത്ത ഒരു അവരുടെ മനസ്സിനെ ഒരുപാട് മുറിവ് ഏൽപ്പിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ഹീൽ ചെയ്യുകയാണ്. ആ ഹീൽ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. അപ്പം ആ ഒരു വ്യക്തി ഇപ്പോഴും ഹീൽ ആയിട്ടില്ല, പൂർണ്ണമായിട്ടും അവർ ഹീൽ ആയിട്ടില്ല. അപ്പം ഹീൽ ആയതിനു ശേഷം വേണം നിങ്ങളുടെ അരികിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പം അവര് നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇപ്പോൾ അവർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രോബ്ലംസുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു പേഴ്സണെ ഇത്രയും രീതിയിൽ അവരുടെ ഹൃദയം മുറിവേറ്റത്. നമുക്ക് ആ ഒരു പേഴ്സണെ ഹീൽ ചെയ്യാനായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. വളരെയധികം ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ആ ഒരു കംഫർട്ട് സോൺ എന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ മൊത്തൊരു ഹാപ്പി ഫാമിലി ലൈഫ്, അതാണ് ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നത്. അപ്പൊ നമുക്ക് രണ്ടും ഫാമിലി കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ആ ഒരു പേഴ്സൺ. അതെനിക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കിയപ്പോൾ എനിക്ക് അതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ വിചാരിച്ചേക്കുന്നത്. തേർഡ് പാർട്ടി വിചാരിച്ചേക്കുന്നത് തേർഡ് പാർട്ടിക്ക് ഒരു ജസ്റ്റിസ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കാണ് ഒരു ജസ്റ്റിസ് തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നു. അപ്പം ഇതൊരു മൂവ്മെന്റ് ആക്ഷന്റെ കാർഡാണ്. അപ്പം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്ത് ജസ്റ്റിസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്? ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജസ്റ്റിസ് എന്തെന്നാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതാണ്. ചാരിയറ്റ് ആണ്. ഇതൊരു മൂവ്മെന്റിന്റെ കാർഡാണ്.
നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നുണ്ട്. അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്, അവരുടെ സ്നേഹം പങ്കിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പ്രോബ്ലംസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടും അത് എന്തായി പോവാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്. അപ്പം ഒരു സോൾ കണക്ഷൻ ആണ്, ഡിവൈന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബന്ധമാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞുള്ള വരവാണ്. അതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം. ഇവിടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 2 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. കാരണം എന്തെന്ന്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ എഫേർട്സ് ഇട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും ഇതിനൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തോറ്റുപോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിന്റെ കൺഫ്യൂഷൻസ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾ എത്രയൊക്കെ എഫേർട്സ് ഇട്ടിട്ടും അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. ഇപ്പൊ നമ്മളൊരു സീഡ് മണ്ണിൽ കുഴിച്ചിട്ടാൽ തന്നെ അത് ഉടനെ വളർന്നൊരു മരമായിട്ട് മാറുമോ? ഇല്ല, അതിന് നമ്മൾ സമയം കൊടുക്കണം അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന എഫേർട്സിനെല്ലാം ഒരു റിസൾട്ട് ഉണ്ടാകും. അത് പക്ഷേ ഒരു ലോങ് ടേമിലേക്കായിരിക്കും ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡോടെ നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ്? അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തകർച്ചയിൽ നിങ്ങൾ തകർന്നിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതെല്ലാം തകർന്നിടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും തകർന്നു പോയി എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചേഞ്ച് ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ തകർന്നു പോയ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നതാണ്. അത് പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ട്രെസ്സും ഡിപ്രഷനും എല്ലാം മാറ്റി. അപ്പൊ നിങ്ങൾ വളരെയധികം മെന്റലി ഡൗൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഡിവൈൻ, അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടല്ലോ, ആ ഡിവൈൻ്റെ ടൈമിൽ അതെല്ലാം നടക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്.